കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് ഏറെ ശ്രദ്ധ നേടിയ പദ്ധതിയാണ് KSRTCയുടെ പ്രിയദർശിനി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ഈ ജനപ്രിയ പദ്ധതിയിലൂടെ ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ മറവിൽ സർക്കാർ ഖജനാവിനെ വെട്ടിലാക്കുന്ന ഗുരുതരമായ തട്ടിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി പദ്ധതിയുടെ ആനുകൂല്യം പുരുഷ യാത്രക്കാർക്ക് കൃത്രിമമായി നൽകുക വഴി ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ് ചില ജീവനക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്താണ് യഥാർത്ഥത്തിൽ പ്രിയദർശിനി പദ്ധതിയിൽ സംഭവിച്ചത്? പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സുകൾക്കും സീറോ വാല്യൂ, അതായത് യാതൊരു നിരക്കുമില്ലാത്ത ടിക്കറ്റുകളാണ് നൽകേണ്ടത്. എന്നാൽ ബസ്സുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പുരുഷ യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് മുഴുവനായി ഈടാക്കിയ ശേഷം അവർക്ക് നൽകിയത് ഈ സീറോ വാല്യൂ പ്രിയദർശിനി ടിക്കറ്റുകളാണ്. അതായത് പുരുഷന്മാരിൽ നിന്ന് വാങ്ങിയ പണം സർക്കാർ അക്കൗണ്ടിലേക്ക് അടയ്ക്കാതെ ജീവനക്കാർ സ്വന്തം പോക്കറ്റിലാക്കിയിരിക്കുന്നു. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് വ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. പത്തനാപുരം ഡിപ്പോയിലെ ഒരു കണ്ടക്ടറെ ഈ രീതിയിൽ വിജിലൻസ് സംഘം കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. 18 രൂപയുടെ ടിക്കറ്റിന് പകരം ഒരു പുരുഷ യാത്രക്കാരന് സീറോ വാല്യൂ പ്രിയദർശിനി ടിക്കറ്റ് നൽകിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തൽ. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ബാഗിൽ നിന്ന് കണക്കിൽപ്പെടാത്ത 40 രൂപ അധികമായും കണ്ടെത്തി. ഇത്തരത്തിൽ കൃത്രിമമായി ടിക്കറ്റ് നൽകി പണം. ഈ സംഭവത്തിന് പിന്നാലെ കൊല്ലം ജില്ലയിലെ പ്രിയദർശിനി ബസ്സുകളിൽ വിജിലൻസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. പ്രിയദർശിനി പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു എന്നത് ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. ഈ തട്ടിപ്പിലൂടെ സർക്കാരിനും KSRTCക്കും ഒരേപോലെയാണ് സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നത്. ടിക്കറ്റ് തുക നഷ്ടപ്പെടുന്നു എന്നതിലുപരി കൃത്രിമമായി കളക്ഷൻ ഉയർത്തിക്കാട്ടി ബത്ത തട്ടിയെടുക്കുന്ന വൻ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് പ്രധാന ആരോപണം. എങ്ങനെയാണ് ഈ ബത്ത തട്ടിപ്പ് നടക്കുന്നത് നോക്കാം. KSRTC ജീവനക്കാർക്ക് പ്രതിദിന കളക്ഷന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട്. 14,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കാണിച്ചാൽ 1% വീതം ബത്ത ജീവനക്കാർക്ക് ലഭിക്കും. എന്നാൽ ചില ജീവനക്കാർ ഈ കണക്കുകൾ കൃത്രിമമായി പെരുപ്പിച്ച് 20,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കാണിച്ച് പ്രതിദിനം 200 രൂപയോളം ബത്ത ഇനത്തിലും കൈപ്പറ്റിയെന്നാണ് പുറത്തുവരുന്ന വിവരം. സാധാരണക്കാരായ സ്ത്രീകളുടെ യാത്രാ സൗകര്യത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രിയദർശിനി എന്നത് ഓർക്കണം. പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകൾ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സുകൾക്കും ഇതിലൂടെ സൗജന്യ യാത്ര ആസ്വദിക്കാം എന്നതാണ്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, ഓർഡിനറി, ഗ്രാമവണ്ടി തുടങ്ങിയ വിവിധ ക്ലാസ് ബസ്സുകളിൽ ഈ സൗജന്യ യാത്ര ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനും അവരുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും ഈ പദ്ധതി വലിയ സംഭാവനയാണ് നൽകുന്നത്. വിദ്യാർത്ഥിനികൾ, ജോലിക്കായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ, കച്ചവടക്കാർ, സാധാരണക്കാർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രതിമാസം വലിയ തുക യാത്രാ ചെലവിനായി ലാഭിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ദിവസേനയുള്ള യാത്രാക്കൂലി ഒഴിവാക്കുന്നത് കുടുംബങ്ങളുടെ ബജറ്റിൽ ഉണ്ടാക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. കൂടാതെ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുവാനും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് റോഡിലെ ഗതാഗത കുരുക്കും മലിനീകരണവും നിയന്ത്രിക്കുവാനും ഈ പദ്ധതി പരോക്ഷമായി സഹായിക്കുന്നുണ്ട്. KSRTCയുടെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയത്. ഇത്തരം ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമാകാതിരിക്കാൻ കർശനമായ മേൽനോട്ടവും ഓഡിറ്റിംഗും അത്യാവശ്യമാണ്. ജാഗ്രതയോടെയുള്ള പരിശോധനകളും സുതാര്യമായ പ്രവർത്തനങ്ങളും ഉറപ്പാക്കിയാൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ദീർഘകാലം വലിയ ആനുകൂല്യങ്ങൾ സമ്മാനിക്കാൻ പ്രിയദർശിനി പദ്ധതിക്ക് സാധിക്കും. നിലവിൽ കേരളത്തിലുടനീളം 3125 ഓർഡിനറി ബസ്സുകളാണ് ഈ പദ്ധതിക്കായി മാത്രം സർവീസ് നടത്തുന്നത്. പ്രതിദിനം ശരാശരി 7.25 ലക്ഷം സ്ത്രീകളാണ് ഈ പദ്ധതിയിലൂടെ മാത്രം KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ജനക്ഷേമ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് കളങ്കം വരുത്തുന്ന ഇത്തരം പ്രവർത്തികൾ യാതൊരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ലെന്നാണ് KSRTC മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. യാത്രക്കാരുടെ പണം തട്ടുന്ന ജീവനക്കാർക്കെതിരെ കർശനമായ വകുപ്പുതല നടപടികളും നിയമ നടപടികളും ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പൊതുഖജനാവിനെ കൊള്ളയടിക്കുന്ന ഇത്തരം ജീവനക്കാരുടെ തട്ടിപ്പുകൾക്കെതിരെ വരും ദിവസങ്ങളിലും കർശനമായ വിജിലൻസ് പരിശോധനകൾ തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.